മറക്കരുത് ഈ ഓണത്തിന്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നമ്മ പാലട പ്രഥമൻ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് വേറെ വീഡിയോട്ട് എടുക്കാം. റെഡി നെഹ്റ. കടകളിലൊക്കെ സാധാരണ എപ്പോഴും പാലട പായസം മിൽക്ക് മേഡൊക്കെ ഇട്ടാണ് ഉണ്ടാക്കണേ. നമുക്ക് അതേ രുചി തന്നെ ഉണ്ടാക്കുകയും വേണം, എന്നാൽ മിൽക്ക് മേഡ് യൂസ് ചെയ്യണമില്ല. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള പാല്, ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തേക്കണേ. മാക്സിമം ഫാറ്റി ആയിട്ടുള്ള പാല്, അധികം വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കൊഴുപ്പുള്ള പാല് തന്നെ എടുക്കുക, കട്ടിപ്പാൽ. പിന്നെ പാലട, പിന്നെ പഞ്ചസാര ഇല്ലെങ്കിൽ കൽക്കണ്ട യൂസ് ചെയ്യുക. ഞങ്ങൾ കൽക്കണ്ടോണ് യൂസ് ചെയ്യാം. ഓക്കെ, ബാ. അപ്പം നമുക്ക് 1 ലിറ്റർ പാല് എന്ന കണക്കിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പായസം. അപ്പം അതിനായിട്ട് ഞാൻ 4 ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കണേ. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ക്വാണ്ടിറ്റിയിലുള്ള കുക്കർ ഉണ്ടെങ്കിൽ അതെടുത്തോ, അതാണ് നല്ലത്. കുക്കർ നേരെ കത്തിക്കുക, പാൽ ഒഴിക്കുക. 1 ലിറ്റർ പാല്, കട്ടിപ്പാല്. 1 ലിറ്റർ പാലിൽ നമ്മൾ 150 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടോണ് യൂസ് ചെയ്യണേ. കൽക്കണ്ടം ആണ് ഇടണത്. ഇല്ല, 150 ഗ്രാം. ലേശം ഉപ്പും കൂടി ഇടണം. ഇതിൽ ഉപ്പിട്ടുണ്ടെന്ന് ഇതിനറിയാൻ പാടില്ല, അതുപോലെ ലേശം ഉപ്പായിരിക്കണം ഇടേണ്ടത്. ഈ 1 ലിറ്റർ പാല് കുക്കറിൽ വെച്ചത് നമുക്കൊരു 45 മിനിറ്റ്സ് എങ്കിലും സിമ്മിലിട്ട് കുക്കറിൽ വിസില് കേൾക്കണ രീതിയിൽ, വിസില് കേൾക്കരുത് എന്നാൽ വിസിലിട്ട് തിളപ്പിക്കണം. സോ നമ്മൾ മൂടി വെക്കണം. ഇനി വിസില് കേൾക്കാത്ത രീതിയിൽ സിമ്മിലാക്കി കുറച്ച് വെക്കുക. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എന്താവും നമുക്ക് കാണാം. ചിലപ്പോൾ വിസില് കേൾക്കും. വിസിലടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിരിയാൻ സാധ്യതയുണ്ട്. പിരിഞ്ഞാൽ പോലും നമുക്ക് നേരെ അത് പാലട ഇങ്ങനെ സൂപ്പറാക്കി സെറ്റാക്കാന്നുള്ള കാര്യം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ പാല് അവിടെ ഗ്യാസ് സ്റ്റൗവിൽ സെറ്റ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. നേരെ മട്ടാരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 ഗ്രാം എടുക്കുക. 100 ഗ്രാം എടുത്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം നമ്മുടെ അട ഇവിടെ നിന്ന് നന്നായിട്ട് കുതിരണുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ പാലും കൽക്കണ്ടും കാരമലൈസ് ആവുന്നുണ്ട്. കുക്കറിൽ നമ്മൾ 45 മിനിറ്റ്സ് സിമ്മിലിട്ട് പാലും കൽക്കണ്ടും മാത്രം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാൻ കാരണം, നമ്മൾ പുറത്തുനിന്നൊക്കെ പായസം വാങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക വീറ്റ് പിങ്കിഷ് കളർ കിട്ടില്ല. ആ കളറ് പാലിൻ്റെയും അതുപോലെ കൽക്കണ്ടത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കാരമലൈസേഷനിലൂടെയാണ് ആ കളർ കിട്ടുന്നത്. അല്ലാതെ എക്സ്ട്രാ ചിലവർ കളർ ആഡ് ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി, ഒരു പ്രത്യേക രുചി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യണേ. ഓക്കെ, പിന്നിലാണ് കളറായിട്ടില്ല, പാല് വെള്ളം പോലെ തന്നെ സാധാ പാലിത്. ഗൈസ്, കാരമലൈസേഷൻ കട്ട് പാലും വെള്ളം. നമ്മൾ കുക്കറിൽ നിന്ന് നേരെ അതൊക്കെ കോരിയെടുത്ത് ഫുള്ള് മിക്സിയിലേക്കാക്കി ഒന്നുകൂടി ഇനി മിക്സിയിൽ അടിക്കാൻ പോകണം. പാല് പിരിഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതിൻ്റെ മേളിൽ വന്നേക്കുന്ന പാട സയൻസ് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞു. നമ്മുടെ ബൂമ്പ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ പായസം റെഡി ആവുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് റെഡി. നമുക്ക് മിക്സിയിൽ അടിക്കാം. അപ്പം പിരിഞ്ഞ പാലൊക്കെ മൊത്തം നല്ല ജ്യൂസി പോലെ ആ പാലിൽ അരിഞ്ഞ് ചേർന്നുണ്ടാവും. കടാ, നിങ്ങളിത് കാണൂ. ഗ്യാസ് സ്റ്റൗവില് ഏറ്റവും കൂടിയ തീയുള്ള സ്ഥലത്ത് തന്നെ വെക്കാം. നമ്മൾ വീണ്ടും കുക്കറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ആക്ച്വലി പിരിഞ്ഞതൊക്കെ മൊത്തം ഫുൾ ജ്യൂസി പോലെ ആയി വീണ്ടും. അടിപൊളി.
ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മ വീണ്ടും ഇതെന്താ ചെയ്യാ, ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് പായസം ഇട്ടിട്ട് ഒന്നുകൂടി തിളക്കണം, എന്നിട്ട് സിമ്മില്. ഓക്കെ ഓക്കെ ഓക്കെ. കഴുകി വെച്ച അടപ്രഥമൻ, ഗോതമ്പ് മട്ട അടപ്രഥമനാണ്. അത് നമ്മ ഇതിലേക്ക് നേരെ ഇടുകയാണ്. വെള്ളം ഊറ്റി വേണം ഇടാൻ. ചെറിയ വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ ഊറ്റി എടുത്ത് ഇതിലേക്ക് ഇടാം. ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കിയത് നമുക്ക് മര്യാദ കഴിക്കാൻ പറ്റിയില്ല, അങ്ങനെ ശരിയാകാത്തതുകൊണ്ട് അപ്പുറത്തെ ചേച്ചിക്കല്ല, കസിന് ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ ഉണ്ടാക്കിയ പായസം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സെറ്റപ്പ് ആയിട്ട് കുടിച്ച് സെറ്റ് ആവാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കഴിച്ചില്ല. സെക്കൻഡ് ഡേ ട്രൈയില് സാധനം സെറ്റായി. ഇന്ന് നമ്മ പായസം അടിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മ പോയി വർക്കൗട്ട് ചെയ്ത് ഈ പായസം ഒക്കെ ബേൺ ചെയ്ത് തുടങ്ങി. ഇതാണ് നമ്മുടെ ലക്ഷ്യം. സാധനം തിളച്ച് തന്നെയുണ്ട്. നമുക്ക് നൈറ്റായിട്ട് സിമ്മിലേക്ക് ആക്കാം. തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഈ 10 മിനിറ്റ് സിമ്മിൽ കിടന്ന് വേവട്ടെ. നമ്മുടെ മലയാളിയായ ഈ ബൂമ്പ എങ്ങനെ ന്യൂസിലാൻഡിൽ പോയി അടപ്രഥമനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടോ ബൂമ്പ? ഒരു രക്ഷയില്ല കോഴി. പായസം ഉണ്ടാക്കുന്നത് നീ കണ്ട് പഠിക്കുന്നു. എനിക്ക് ഞാൻ വെള്ളിയാഴ്ച പറ്റാണെങ്കിൽ കൊണ്ടുവന്നേരാ, നീ നോക്ക എന്റെ പുണ്ണ ഉണ്ടാക്കിയതാ. അപ്പൊ നമ്മ പാലട പായസം ഇപ്പൊ സെക്കൻഡ് ട്രൈ ആണ് സക്സസ് ആയത്. ഫസ്റ്റ് നമ്മ ചെയ്തപ്പോ നമ്മ ഉദ്ദേശിച്ച കളറാ കാരമലൈസേഷൻ ഒന്നും വന്നില്ല. അതിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തില്ല, പിന്നെ ചെയ്യാത്തതുകൊണ്ട് ചെറിയ മൂഡൊക്കെ ആയി. പിന്നെ നമ്മ അന്നും പറഞ്ഞ നമ്മ തളർന്നില്ല. സെക്കൻഡ് ട്രൈ വീണ്ടും ചെയ്ത് ഫസ്റ്റ് തന്നെ തിളപ്പിച്ചപ്പോ തന്നെ തുറന്നു നോക്കിയപ്പോ കാരമലൈസേഷൻ കളർ. അത് കണ്ടപ്പോഴേക്കും നമുക്ക് ഒരു വല്ലാത്ത സന്തോഷമായി. പകുതി നമ്മ സക്സസ് ആയി എന്ന് മനസ്സിലായി. പിന്നീട് നമ്മ പായസമൊക്കെ ഇട്ട് തിളപ്പിച്ച് 10 മിനിറ്റ് സിമ്മിലൊക്കെ ഇട്ട് സെറ്റ് ആയപ്പോഴത്തേക്കും ഇതിങ്ങനെ ഇരിക്കും. പാലട പ്രഥമൻ. One day will be sad, next day will be happiness. Actually, നമ്മുടെ ബൂമ്പേട വീറ്റിഷ് ആൻഡ് പിങ്ക് കളർ വന്നിട്ടുണ്ട്. പിങ്ക് കളർ പോലെ വന്നിട്ടുണ്ട്. നമ്മ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആ പാടയും അടയും അതിൻ്റെ ഒപ്പം നമ്മുടെ പാല് മിൽക്ക് മേടും കണ്ട് കൊതിയാവാണ്. ഫസ്റ്റ് നമ്മുടെ ട്രൈ ഉമ്മച്ചിക്കാണ് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയുമോ? ഇരുന്ന് കുടിക്കും. അൽഹംദുലില്ലാഹ്, മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. പക്ഷെ ഇതിന് മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് തന്നെ. അൽഹംദുലില്ലാഹ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? റെസിപ്പി ആയിട്ട് യൂട്യൂബിൽ ഇടുമ്പോ ഇനി എന്റെ ബ്രദർ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പെർഫെക്റ്റ്. ഓക്കെ, മധുരം ഇത്തിരി കൂടുതലാണ്. ബട്ട് കല്യാണത്തിനൊക്കെ കഴിക്കണ പോലെ കറക്റ്റ് പ്രൊഫഷണൽ പാവലട. എങ്ങനെയുണ്ട് പാലട? ശരിക്കും സന്തോഷായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലം പാലട, ഒരു രക്ഷയില്ല. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ. ഞങ്ങൾ പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ട് കൽക്കണ്ടത്തിലാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തില്ല. അങ്ങനെ ആക്ച്വലി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതൊരു കാണാൻ വരെ ബൈ ഫോർ ഡൈ ബൈ 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 റെഡി. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, ഞാൻ പെയിന്റ് അടിക്കണമായിരുന്നു. അതായത് നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് ഉണ്ടാക്കി എത്ര രുചി വരുമെന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ കളർ കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ചെയ്ത് നോക്കണം എല്ലാവരും. നമ്മളും ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ എന്താ നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഈ കളർ കിട്ടും, അതിൽ ടേസ്റ്റ് കിട്ടും. പക്ഷേ ചെയ്ത് നോക്കി കുടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. റെഡി ഓക്കെ. അപ്പൊ ഈ കുടിച്ച പായസത്തിന്റെ കലോറി ബേൺ ചെയ്യാനായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ വീഡിയോ വൈകാതെ ഇടുന്നതായിരിക്കും. അതുവരെയും ബൈ.